ശുശ്രൂഷയ്ക്കായിട്ട് ദൈവത്തിന് മാത്രമേ നമ്മളെ വിളിച്ചു വേർതിരിപ്പാൻ സാധിക്കുകയുള്ളൂ. God alone is responsible for sending us forth. നമ്മളെ അയക്കുന്നതിന് ദൈവമാണ് പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത്. In the black church tradition out of which I come, ഞാൻ വരുന്നതായുള്ള കർത്താവർഗക്കാരുടെ ഇടയിലുള്ള സഭാ പാരമ്പര്യം അനുസരിച്ച് we say if the people called you, the people will call you back. നിങ്ങളെ മനുഷ്യരാണ് വിളിച്ചു വേർതിരിച്ചതെങ്കിൽ ആ മനുഷ്യർ തന്നെ നിങ്ങളെ പിന്തിരിപ്പിക്കുമെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. If you just went and were not sent, you will നിങ്ങൾ not തിരഞ്ഞെടുത്തതാണ് എന്നാൽ നിങ്ങളെ അയക്കപ്പെട്ടതല്ല എങ്കിൽ you will not last in ministry. നിങ്ങൾക്ക് ആ ശുശ്രൂഷയിൽ വിജയകരമായി നിലനിൽപ്പാനായിട്ട് സാധിക്കുകയില്ല. For there is too much that will hurt your heart and turn you away. ശുശ്രൂഷ മധ്യ ഒരുപാട് പ്രതിസന്ധികള് മുറിവുകള് നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും. അതൊക്കെ നിങ്ങളെ പിന്തിരിപ്പാൻ ഇടയാക്കി തീർത്തേക്കാം. If you want staying power in ministry, ശുശ്രൂഷയിൽ ബലത്തോടുകൂടെ നിലനിൽക്കണമെങ്കിൽ you have to be called by God. ദൈവത്താൽ വിളിക്കപ്പെട്ടവരായിട്ട് വേർതിരിക്കപ്പെടണം. And God has a work for all of us to do. നമുക്കെല്ലാവർക്കും ചെയ്യുവാനായിട്ട് ദൈവം വിവിധങ്ങളായിട്ടുള്ള തലങ്ങളിൽ ജോലികൾ നൽകിയിട്ടുണ്ട്. So it is Jesus in obedience to his Father's will പിതാവിന്റെ ഹിതപ്രകാരം യേശു ക്രിസ്തു who is calling Matthew into service. മത്തായിയെ ഇവിടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. Jesus chose Matthew. യേശുവാണ് മത്തായിയെ തെരഞ്ഞെടുത്തത്. Matthew did not choose Jesus. മത്തായി അല്ല യേശുവിനെ തെരഞ്ഞെടുത്തത്. And may I say, Jesus calls Matthew while he was engaged in the daily routines of his life. അവന്റെ ദൈനംദിന ജോലിയിൽ വ്യാപൃതനായിരുന്ന സമയത്താണ് യേശു അവനെ വിളിക്കുന്നത്. Jesus calls busy people. നമ്മൾ എപ്പോഴും ശുഷ്കാന്തിയോടുകൂടി ജോലിയിൽ തൽപരരായിരിക്കുമ്പോൾ അവിടെയാണ് ദൈവം നമ്മളോട് ഇടപെടുന്നത്. And Jesus did not ask him if he would take some time നീ കുറെ സമയം എടുത്തൊന്ന് ആലോചിക്കുക, to think about the possibility of considering going along with him. ആ യേശുവിനോട് കൂടി പോകുന്നതിലൂടെ വരും വരാഴികളെ കുറിച്ച് നീ ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഒരു തീരുമാനമെടുത്താൽ മതി എന്ന് യേശു അവനോട് പറഞ്ഞില്ല. The call to follow is in the imperative mood. ആ വിളിക്ക് ഒരു വലിയ അടിയന്തരമായിട്ടുള്ള അവസ്ഥ അതിൽ അടങ്ങിയിട്ടുണ്ട്. And the imperative mood is the mood of command. ആ അടിയന്തരാവസ്ഥയിൽ ആജ്ഞയും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. At the command of Jesus, യേശു ക്രിസ്തുവിന്റെ ആജ്ഞയിൽ Matthew got up and followed him. മത്തായി എണീറ്റ് യേശുവിനെ അനുഗമിക്കുന്നു. The German title of Dietrich Bonhoeffer's much beloved book, ഡീട്രിച്ച് ബോൺഹോഫർ എഴുതിയതായിട്ടുള്ള വളരെ സുപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ടല്ലോ, The Cost of Discipleship, ശിഷ്യത്വത്തിന്റെ വില എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. considered to be a classic of Christian thought. നമ്മുടെ ക്രിസ്തീയ ചിന്തയിൽ വളരെ പ്രധാനപ്പെട്ടതായുള്ള പങ്ക് വഹിക്കുന്നതായുള്ള ഒരു പുസ്തകമാണത്. Consisted of one word in its original 1937 publication. അത് 1937 പബ്ലിഷ് ചെയ്തായിട്ടുള്ള അതിന്റെ യഥാർത്ഥ ആദ്യത്തെ ബുക്കിൽ ഒരു പ്രത്യേക വാക്ക് അവിടെ എടുത്തു പറയുന്നുണ്ട്. One word, ഒരു വാക്ക്, Nachfolger. നഖ്ഫോൽഗ എന്നാണ് ആ വാക്ക്. Translated into English, Nachfolger literally means following after. അതിന്റെ വാച്യാർത്ഥത്തിൽ അത് എടുക്കുകയാണെന്നുവരെങ്കിൽ പിന്തുടരുക, പിൻഗമിക്കുക എന്നാണ് നമുക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കുന്നത്. The Germans understand the word to mean discipleship. എന്നാൽ ജർമ്മനിയിലുള്ള ആൾക്കാര് അതിനെ ശിഷ്യത്വം എന്നുള്ള പദത്തിലാണ് വിവക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നത്. The four-word title, familiar to most Americans and others, was a later addition to the English translation. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ പിന്നീടാണ് ഈ 4 വാക്കുകൾ ചേർത്ത് ഇതിനൊരു ആമുഖം ഒരു തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. Jesus calls Matthew to follow after him. യേശു മത്തായിയെ വിളിക്കുന്നത് തന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. Nachfolger.
Nachfolge. അവനെ അനുഗമിപ്പാനായിട്ടാണ് വിളിക്കുന്നത്. In a simple act of obedience, ഒരു അനുസരണത്തിലൂടെ Matthew obeys. അവിടെ മത്തായി അവനെ അനുഗമിക്കുന്നു. He calls us to do the same. ഇതേ കാര്യം തന്നെയാണ് യേശു നമ്മളോട് ആവശ്യപ്പെടുന്നത്. എന്നെ അനുഗമിക്കുക. When we respond obediently to the call of the Master, ആ വിളിയോട് നമ്മൾ അനുസരണയോട് പ്രതികരിക്കുമ്പോൾ Jesus imbues us with the power to become. യേശു നമുക്ക് ആവശ്യമായ ശക്തി ഉയരത്തിൽ നിന്ന് പകർന്നു തരും. And we must be always mindful of the fact ആ ഒരു സംഗതിയെ കുറിച്ച് നമ്മൾ എപ്പോഴും ബോധ്യമുള്ളവരായിരിക്കും. that Jesus does not call us to an anchor, നമ്മളെ ഒരിടത്ത് തളച്ചിടുവാനായിട്ടല്ല യേശു നമ്മെ വിളിക്കുന്നത്. but rather to an adventure. ഒരു വലിയ ഒരു സാഹസികതയ്ക്ക് വേണ്ടിയാണ് യേശു നമ്മളെ വിളിക്കുന്നത്. And may I remind us that God does not need our ability, നമ്മുടെ കഴിവുകളല്ല ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്, but rather our availability. നമ്മുടെ ലഭ്യതയാണ് ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്. When Jesus calls us, യേശു നമ്മെ വിളിക്കുമ്പോൾ He is not asking if we are able. നിങ്ങൾക്ക് എത്രമാത്രം കഴിവുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അല്ല, ആ കാര്യങ്ങളല്ല ദൈവം നമ്മളോട് ചോദിക്കുന്നത്. He simply wants to know if we are willing. നിനക്ക് അവനെ അനുഗമിപ്പാൻ മനസ്സുണ്ടോ? ആ ഒരു ഒരുക്കം മാത്രമാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. And if we are willing, നമുക്ക് അതിന് മനസ്സുണ്ടെങ്കിൽ He can take us and mold us into the disciples He would have us to be. അവൻ നമ്മളെ കൈകളെടുത്ത് കുശവൻ മണ്ണിനെ രൂപപ്പെടുത്തുന്നത് പോലെ നമ്മെ രൂപപ്പെടുത്തുവാനും രൂപാന്തരപ്പെടുത്തുവാനും യേശുവിന് സാധിക്കും.